ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിനങ്ങളുള്ള മത്സരത്തിൽ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. 6 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യൻ ചേട്ടന്മാര് കരസ്ഥമാക്കിയിരിക്കുന്നത്. 258 റൺസ് പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 262 റൺസാണ് സ്കോർ ചെയ്തത്. 4 വിക്കറ്റ് മാത്രമേ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരും ബൗളർമാരുടെയും മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 47.5 ഓവറിൽ 258 റൺസിന് അവരുടെ എല്ലാവരും പുറത്താകുകയായിരുന്നു. ഡെക്കറ്റ് 43, റൂട്ട് 76, അതേപോലെ തന്നെ വിൽജാക്സ് 20, ഡേവിസിന് 68, ജോഫ്രെ ആർച്ചർ 12 എന്നിങ്ങനെയാണ് അവർക്ക് വേണ്ടി ഒരു മോശമല്ലാത്ത സ്കോർ എടുത്തത് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാന്മാരിൽ. ഇന്ത്യൻ ബൗളർമാർ തന്നെ മികച്ച പ്രകടനമായിരുന്നു. അതിനകത്ത് അക്സർ പട്ടേൽ 9.5 ഓവറിൽ 62-ന് 4, പ്രസിദ്ധ് കൃഷ്ണ 10 ഓവറിൽ 52-ന് 2, ഗുർനൂർ ബാർ 9 ഓവറിൽ 61 2, ബുംറ 9 ഓവർ 31-ന് 1, ശിവൻ ദുബെ 6 ഓവർ 27-ന് 1, വാഷിംഗ്ടൺ സുന്ദർ 4 ഓവർ 13, വിക്കറ്റ് ഒന്നും ലഭിച്ചില്ല. എന്നിങ്ങനെയാണ് ഇന്ത്യൻ ബൗളർമാരുടെ മികച്ച പ്രകടനം. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ജയിക്കാൻ 259 റൺസായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മികച്ച തുടക്കമാണ്. പക്ഷെ നമ്മുടെ രോഹിത് ശർമ്മ 21 ബോളിൽ 11 റൺസ് എടുത്ത് പെട്ടെന്ന് പുറത്താകുകയും ചെയ്തു. അതേപോലെ തന്നെ വിരാട് കോഹ്ലിയും 2 പേരുടെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ പ്രകടനം. 75 ബോളിൽ 80 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്ത്. 11 ഫോറും 1 സിക്സും. ശ്രേയസ് അയ്യർ റൺഔട്ട് ആയി പോവുകയായിരുന്നു. അദ്ദേഹം 53 ബോളിൽ 35 റൺസാണ് സ്കോർ ചെയ്തത്. വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ തന്നെ 63 ബോളിൽ 52 റൺസ് എടുത്തു. 4 ഫോറും 1 സിക്സും. KL രാഹുൽ 1 റൺസ് എടുത്ത് പുറത്തായി. അതുപോലെ അക്സർ പട്ടേൽ 52 ബോളിൽ 57 റൺസാണ് അക്സർ പട്ടേൽ നേടിയത്. ശരിക്കും പറഞ്ഞാൽ അക്സർ പട്ടേലിന്റെ മികച്ച ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും മികച്ച പ്രകടനമാണ്. ഓൾറൗണ്ടർ പ്രകടനം തന്നെയാണ് ഇന്ത്യനെ വിജയത്തിലെത്തിച്ചത്. ഇന്നത്തെ കളിയിൽ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിലും മോശമല്ലാത്ത ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വിക്കറ്റ് ഒന്നും ലഭിച്ചില്ലെങ്കിലും മികച്ച ബൗളിംഗ് ആണ്. 4 ഓവർ 13 റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പോലെ തന്നെ 50 അദ്ദേഹം ഈ കളിയിൽ നേടുകയും ചെയ്തു. അക്സർ പട്ടേലാണ് മാൻ ഓഫ് ദ മാച്ചായിട്ട് വന്നത്. അപ്പൊ ചേട്ടന്മാർ വന്നതിൽ ഇനിയിപ്പം വൈറ്റ് വാഷ് ആവാനുള്ള സാധ്യത 2020-ൽ ഇംഗ്ലണ്ട് ഇന്ത്യനെ വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇന്ത്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ വൈറ്റ് വാഷ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ നമുക്ക് നോക്കാം. കളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ആയിട്ട് വരാം.